ഹഗേഷ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലൈവ് ട്രേഡിംഗ് സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിപ്പോൾ മെയിനായിട്ട് നോക്കുന്നത് ഗോൾഡിൻ്റെ ട്രേഡിംഗ് സെഷനാണ് നമ്മൾ ഓൾറെഡി നോക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ലൈവായിട്ട് തന്നെ നമ്മളൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എടുത്തിരുന്നു. ഏകദേശം $1400 പ്രോഫിറ്റ് നമ്മൾ ഇറങ്ങി. നിലവിൽ ട്രെൻഡ് ചെറുതായിട്ടൊന്ന് നെഗറ്റിവിറ്റിയിലേക്ക് വന്നിട്ടുള്ളൂ. ഒരു ഫുൾ ട്രെൻഡ് നെഗറ്റിവിറ്റി ആയിട്ട് വന്നിട്ടില്ല. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് FOMC മീറ്റിംഗ് ഉണ്ട്, റിവ്യൂ ഉണ്ട്, പവലിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് 8:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ആ ഒരു സമയത്ത് ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഈ ഒരു ലോവർ ലെവലിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഈ മൗസ് വെച്ചേക്കുന്ന ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ബൈയിങ് ആക്ടിവിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടേതായ രീതിയിലേക്കുള്ള നമ്മൾ പ്രൊഫൈൽ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു റേഞ്ചിൽ നിന്ന് മൗസ് വെച്ചേക്കുന്ന ഏരിയയിൽ നിന്ന് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഏരിയയിൽ എക്സിറ്റ് ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടെ ബ്ലൂ കളർ ബോക്സ് പോലെ വരച്ച് വെച്ചേക്കുന്ന ഒരു ഏരിയസിലാണ് 2887, 85 എന്നൊക്കെ പറയുന്ന പ്രൈസ് റേഞ്ചിലാണ് ഇനി നമുക്കൊരു ബൈയിങ് ആക്ടിവിറ്റി ഉള്ളത്. ഇവിടെ ഒരു റിവേഴ്സൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ പഠിച്ചേക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെ റിവേഴ്സൽ, എന്തുകൊണ്ട് ഈ ഇത്രയും ലോട്ട് സൈസ് സെല്ലിംഗ് വന്നിട്ടും എന്തുകൊണ്ട് മാർക്കറ്റ് റിവേഴ്സ് പോയി എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എല്ലാവരും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുക, ഡെൽറ്റ കൂടുതൽ ഡെൽറ്റ കൂടുതൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് എടുക്കാം എന്നുള്ള കൺസെപ്റ്റൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെയൊന്നല്ല ആക്ച്വൽ മാർക്കറ്റിൽ നടക്കുന്നത്. സെല്ലിംഗ് ആക്ടിവിറ്റി ഉണ്ടെങ്കിലും റിവേഴ്സൽ പോകുന്ന സമയത്ത് കുറച്ച് നമുക്ക് ഇവിടെ ഹൈസ്ബർഗ് ഓർഡർ ഡിറ്റക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ മൗസ് വെച്ചേക്കുന്ന ഭാഗത്ത് ഒരു 250 എന്ന് പറയുന്ന ഒരു ഇത് കാണാം. ഐസ്ബർഗ്. എന്താണ് ഐസ്ബർഗ് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബിഗ് പ്ലേയേഴ്സ് ഒക്കെ ഓർഡർ ഇടുമ്പോൾ പകുതി ഓർഡർ നമുക്ക് ആർക്കും കാണാത്ത രീതിയിലായിരിക്കും ഓർഡർ ഇടുക. നമുക്ക് ബുക്ക് മാപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഐസ്ബർഗ് ഓർഡർ ഡിറ്റക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഐസ്ബർഗ് ഓർഡർ 250. ഈ ഒരു ഏരിയയിലാണ് ആ ഒരു ബൈയിങ് വന്നത്. അതിനുശേഷമാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ബൂം ചെയ്ത് റിവേഴ്സൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഈ ഒരു ബുക്ക് മാപ്പ് വഴി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ബിഗ് പ്ലേയേഴ്സിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. ഇതൊരു ഐസ്ബർഗ് ഓർഡറാണ്. അപ്പോൾ ഫുൾ ആയിട്ടുള്ള ഓർഡർ നമുക്ക് വിഷ്വൽ ചെയ്ത് കാണാൻ പറ്റില്ല. നമുക്കിപ്പോൾ സെരോദയൊക്കെ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും എന്താണ് ഐസ്ബർഗ് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഐസ്ബർഗ് ഓർഡർ എന്ന് വെച്ചാൽ നമ്മളൊരു ഫുൾ ഒരു വലിയൊരു ബിഗ് ക്വാണ്ടിറ്റിയിൽ ഒരു 10,000 ലോട്ടൊക്കെ ഓർഡർ ഇടാണെന്നുണ്ടെങ്കിൽ അതിലൊരു 2,000 ലോട്ടൊക്കെയാണ് വിഷ്വൽ ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ഐസ്ബർഗ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നമുക്ക് നോക്കി മനസ്സിലാക്കി ബിഗ് പ്ലേയേഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ട്രേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. നിലവിൽ നമ്മളൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഈ ഒരു ഏരിയയിലാണ് എടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ പ്രോഫിറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തു. നമ്മൾ ഗോൾഡിലാണ് നമ്മൾ ആ ഒരു ട്രേഡ് ആക്ടിവിറ്റി എടുത്തിരുന്നത്. ഈ കാണുന്ന ഏരിയയിൽ ഇവിടെ നിന്നാണ് നമ്മളൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എടുത്തത്. നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആയി. നമ്മൾ കുറച്ചും കൂടി താഴെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു മാർക്കറ്റ്. പക്ഷേ ഇപ്പോൾ ന്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു.